മാവോയിസ്റ്റ് രൂപേഷ് ജയിൽ മോചിതനായി 11 വർഷത്തെ ജയിൽവാസത്തിന് ശേഷമാണ് പുറത്തിറങ്ങിയത്. മാവോയിസ്റ്റ് നേതാവാണെങ്കിൽ വേട്ടയാടപ്പെടേണ്ട ആളാണെന്ന തോന്നൽ ഭരണകൂടത്തിനുണ്ടെന്ന് രൂപേഷ് പറഞ്ഞു. തമിഴ്നാട്ടിലെ കറുമത്താപ്പേട്ടിയിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുൻപ് രൂപേഷും ഭാര്യ ഷൈനയും ഉൾപ്പെടെയുള്ളവർ പിടിയിലാവുന്നത്. ശിവഗംഗയിലെ കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ചതോടെയാണ് 11 വർഷത്തിന് ശേഷമുള്ള ജയിൽ മോചനം സാധ്യമായത്. 43 UAPA കേസുകളാണ് രൂപേഷിന് നേരെ ഉണ്ടായിരുന്നത്. ഇതിൽ 15ലധികം കേസുകളിൽ നടപടി അവസാനിപ്പിച്ചു. I cannot realize myself whether it is a dream or reality. കുറച്ചുകൂടി സമയമെടുക്കും ഒരു കോപ്പ് ഓഫ് ദ സിറ്റുവേഷൻ. തന്റെ പുസ്തകം പ്രസിദ്ധീകരിക്കാൻ അനുവാദം കിട്ടാതിരുന്നത് അത്ഭുതപ്പെടുത്തി. പിണറായി വിജയൻ പുസ്തകത്തിൽ ഒരു പോസിറ്റീവ് ക്യാരക്ടറായിരുന്നു. MA ബേബിയും ബിനോയ് വിശ്വവും പുസ്തകം പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചാലും ഭരണ സംവിധാനം മറ്റൊന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് രൂപേഷ് പറഞ്ഞു. MA ബേബിക്ക് ഈ പുസ്തകം പബ്ലിഷ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഒരു അധികാരം എന്ന് പറയുമ്പോൾ അതിൽ പിന്നെ അവർക്കൊന്നും ഒരു സെയില്ല. അത് ഒരു ലോ സെക്രട്ടറി ഹോം സെക്രട്ടറി ആയിരിക്കും അതിലൊരു അഭിപ്രായം എടുക്കുന്നത്. തമിഴ്നാട്ടിലെ കറുമത്താപ്പേട്ടിയിൽ വെച്ചാണ് വർഷങ്ങൾക്ക് മുമ്പ് രൂപേഷും ഭാര്യ ഷൈനിയും ഉൾപ്പെടെയുള്ളവർ പിടിയിലാവുന്നത്. ഒപ്പമുള്ളവർ പിന്നീട് മോചിതരായിരുന്നെങ്കിലും വിവിധ കേസുകൾ കാരണം രൂപേഷിന് മോചനം സാധ്യമായിരുന്നില്ല. മീഡിയ 1 തൃശൂർ.